ഇതിൽ മിനിസ്റ്റർ പറഞ്ഞതുപോലെയും താങ്കൾ തന്നെ നേരത്തെ വിലയിരുത്തിയതുപോലെയും മാധ്യമങ്ങളുടെ ഒരു ഉത്തരവാദിത്തം ഇതുപോലൊരു കാലത്ത് എങ്ങനെയാണ് ആളുകളെ കൂടുതൽ ആശങ്കപ്പെടുത്താം, തെറ്റിദ്ധാരണാജനകമാം വിവരങ്ങൾ പങ്കുവെക്കാമോ, ഇത് മറച്ചുവെക്കുന്നു അല്ലെങ്കിൽ മരണങ്ങളും കേസുകളും മറച്ചുവെക്കുന്നു എന്ന ദുസൂചന ചിലരെങ്കിലും ചില മാധ്യമങ്ങളെങ്കിലും നൽകുന്നു എന്നൊരു വിലയിരുത്തൽ താങ്കൾ നടത്തുകയുണ്ടായല്ലോ. ഇതടക്കമുള്ള സാഹചര്യം ഇന്ന് മന്ത്രിക്ക് സഭയിൽ പറയേണ്ടിയും വന്നിട്ടുണ്ടല്ലോ. എന്താണ് അങ്ങനൊരു കാഴ്ചപ്പാടിലേക്ക് പോകാൻ കാരണം? അല്ല, ഞാൻ നേരെ തിരിച്ചാണ് പറയുക. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒട്ടും തന്നെ ഇത് കുറച്ച് കാണിക്കുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ കൂടുതൽ ആവുന്നോ ഡാറ്റ എന്നുള്ളതാണ് എൻ്റെ സംശയം. അല്ലാതെ ഒട്ടും തന്നെ കുറച്ച് കാണുന്നില്ല. എല്ലാ കേസും, സംശയമുള്ള എല്ലാ കേസും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള മുൻകരുതലുകൾ വളരെ വ്യാപകമായിട്ട് തന്നെ ട്രെയിനിങ്ങും പ്രചരണവും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന് പാരലലായി തന്നെ എപ്പിഡമിയോളജി ഗവേഷണം നടക്കണം. ആ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ സർക്കാർ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. ആ ഗവേഷണത്തിൻ്റെ ഫലങ്ങൾ വെച്ച് മാത്രമേ നമുക്ക് കൃത്യതയോടെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ സ്പെക്കുലേഷൻസാണ്. ഇപ്പോൾ എല്ലാവർക്കും ഏത് പത്രവും ഏത് ചർച്ചയിലും ആൾക്കാർ സ്പെക്കുലേറ്റ് ചെയ്ത് ഇത് ഇങ്ങനെ വരുന്നതായിരിക്കാം, ഷവറിൻ്റെ കീഴിൽ വന്നാൽ വരും, ഈ പള്ളിയിലെ മൂക്കിൽ ക്ലീൻ ചെയ്യുമ്പോൾ വരും, ഇങ്ങനെ പലതരം സ്പെക്കുലേഷൻസ്. ഇതിനൊന്നും തെളിവില്ല. ആ തെളിവുകളില്ലാതെ നമ്മൾ കാര്യങ്ങൾ പറയരുത്. ആ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയുള്ള ഗവേഷണങ്ങളാണ്, അതിനാണ് ഏറ്റവും പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ ബ്ലെയിം ഗെയിമായി മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം നമ്മുടെ മുന്നിൽ വരുമ്പോൾ അത് കൂട്ടായി നേരിടാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് വേണ്ടത്. ആ കാര്യത്തിൽ ഒട്ടും തന്നെ ഒരു സഹകരണ മനോഭാവം പലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായിട്ടൊരു വസ്തുതയാണ്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഈ ഒരു സാഹചര്യം കണ്ടുകൊണ്ട് തന്നെ അതിനെ കുറേ കൂടി വിപുലമായ തലത്തിൽ തന്നെ ഈ സംശയമുള്ള കേസുകളൊക്കെയും അങ്ങനെ വരുന്നു, അതുപോലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ ഇവിടുത്തെ ആ നിലയിൽ ആരോഗ്യവകുപ്പിനെ കുറിച്ചല്ല ചോദിച്ചത്. അത് ഏതാണ്ട് തൃപ്തികരമായി തന്നെ പോകുന്നുണ്ട്, വേണ്ട കാര്യങ്ങൾ ഇതുപോലൊരു സാഹചര്യത്തിൽ ചെയ്യേണ്ടത് ചെയ്യുന്നു എന്നാണല്ലോ താങ്കൾ സൂചിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് മാധ്യമങ്ങളുടെ ഈ കാലയളവിലെ ഒരു ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ്. നമ്മൾ കോവിഡും നിപ്പയും ഒക്കെ വന്നപ്പോൾ മാധ്യമങ്ങൾ ആ ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്ന് എപ്പോഴും ഓർമ്മിപ്പിക്കുകയും ഏറെക്കുറെ ഒക്കെ അതിനൊപ്പം തന്നെ ആ കാലയളവിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ മാധ്യമങ്ങൾ ഇതിലേക്ക് വന്നപ്പോൾ ദുസൂചനകളിലേക്ക്, താങ്കൾ തന്നെ പരാമർശിച്ച ഒരു വിഷയമാണ്, ദുസൂചനകളിലേക്ക് പരിമിതപ്പെട്ടു പോയോ, വഴിതിരിഞ്ഞു പോയിട്ടുണ്ടോ ചിലരെങ്കിലും? അതിലും ഒരു തിരുത്തൽ, കാരണം സമൂഹത്തിലേക്ക് വളരെ സ്വാധീനം ചെലുത്താൻ കഴിയുന്നൊരു വിഭാഗമാണല്ലോ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ. കുറേ കൂടി ജാഗ്രത വേണ്ടതുണ്ടോ റിപ്പോർട്ടിങ്ങിലും മറ്റും? അതെ, മാധ്യമങ്ങൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ സ്പെക്കുലേഷൻസിലേക്ക് പോവാതെ സ്ഥിരീകരിച്ച ഡാറ്റ വെച്ചുകൊണ്ട് വേണം അവർ കാര്യങ്ങൾ വിലയിരുത്താൻ. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ബാധ്യത എന്താണെന്ന് പറഞ്ഞാൽ അവർ ഈ സ്ഥിരീകരിച്ച ഡാറ്റ പബ്ലിക്കലി അവൈലബിൾ ആക്കണം. ഞാൻ പറയുകയാണെങ്കിൽ കോവിഡിൻ്റെ കാലത്തൊക്കെ നമുക്കൊരു ഡാഷ്ബോർഡ് ഉണ്ടായിരുന്നു, ഇതൊക്കെ ഓർമ്മയുണ്ടാവും ചിലപ്പോൾ, കോവിഡ് ഡാഷ്ബോർഡ്. അതുമാതിരി ഒരു ഡാഷ്ബോർഡിൽ കൃത്യമായി അന്നുള്ള ടെസ്റ്റുകളുടെ റിസൾട്ടും ഇതുമൊക്കെ ചെയ്യുന്ന, എത്ര സ്ഥിരീകരിച്ചിട്ടുണ്ട്, എത്ര കേസ് സംശയത്തിലുണ്ട്, എത്ര സ്ഥിരീകരിച്ചിട്ടുണ്ട് പോലെയുള്ള ഡാറ്റ പബ്ലിക്കായിട്ടൊരു ഡാഷ്ബോർഡിൽ വെച്ചാൽ ആർക്കും കാണാമല്ലോ. അത് വെച്ചുകൊണ്ട് മാത്രമേ റിപ്പോർട്ട് ചെയ്യാവൂ. അതല്ലാതെ തോന്നുന്ന മാതിരിയുള്ള സ്പെക്കുലേഷൻസ് തീർച്ചയായിട്ടും അത് അവോയ്ഡ് ചെയ്യണം. റൈറ്റ്.